വൃക്ഷം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലൂടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ കാണുന്നവർക്ക് കൂടുതലായ പ്രാർത്ഥനയും അവരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം ഇടപെടുന്ന വലിയ ഇടപെടലും ഉണ്ടാകും. അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വിഷയമാണ് ഇത്. ദൈവം ഭൂമിയും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ചു. ജീവജാലങ്ങൾ, പക്ഷിലതാദികൾ, മൃഗങ്ങൾ എല്ലാം, നല്ല ഫലവൃക്ഷങ്ങളെല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യനെ മണ്ണിൽ നിന്ന് മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് ഇതെന്നും പറയുന്നത്. സത്യമാണ്. അങ്ങനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യനോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിലൂടെ എല്ലാം ആസ്വദിക്കാം, നല്ല ഫലവൃക്ഷങ്ങൾ ഭക്ഷിക്കാം, നല്ല ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം നിങ്ങൾക്ക് അധീനതയായിരിക്കും, നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും, നിങ്ങളുടെ അധീനതയിലായിരിക്കും സർവ്വതും എന്ന് ദൈവം പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം നമുക്കൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങൾ ഈ നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ജീവൻ്റെ വൃക്ഷവും ദൈവം സ്ഥാപിച്ചു. ഈ ജീവൻ്റെ വൃക്ഷം സ്ഥാപിച്ചിട്ട് ദൈവം മനുഷ്യന് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തു, ജീവവൃക്ഷവും സ്ഥാപിച്ചു. ഈ ജീവവൃക്ഷത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ജീവവൃക്ഷത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സുഭാഷിതങ്ങളിൽ 3-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ജീവവൃക്ഷത്തെക്കുറിച്ച്. ഞാനത് വായിക്കാം. അവളുടെ വലത് കൈയിൽ ദീർഘായുസ്സും ഇടത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണ്ണവുമാണ്. അവളെ കൈവശപ്പെടുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ ഇത്ര വലിയൊരു വാഗ്ദാനമാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആദത്തിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ വൃക്ഷം എന്ന ആ ജീവൻ്റെ വൃക്ഷം ദൈവം വീണ്ടും മനുഷ്യന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണ് ആ ജീവൻ്റെ വൃക്ഷത്തെ സ്വീകരിക്കേണ്ടതെന്നും അതിന് എങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണമെന്നും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ജീവൻ്റെ വൃക്ഷത്തിൽ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാവിധ സമ്പത്തും ബഹുമതിയും ആ വചനത്തിൽ പറയുന്ന എല്ലാ സമ്പത്തും ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ സമ്പന്നരായിരിക്കും. രോഗം ദൈവം സമൃദ്ധി നൽകും, സന്തോഷം നൽകും, സമാധാനം നൽകും, ഐശ്വര്യവും ഐക്യവും എല്ലാം ദൈവം തരുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ജീവൻ്റെ വൃക്ഷം എന്ന ചാനൽ. നിങ്ങളിത് ആകാംക്ഷയോടെ കാണുകയും പ്രാർത്ഥിക്കുകയും ഇതിന് ചില വലിയ നിബന്ധനകളുണ്ട്. ഏറ്റവും എളുപ്പപ്പെട്ട നിയമമാണ്. നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും സാധിക്കും. അതെല്ലാം വചനപ്രകാരം തന്നെ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരും. യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ഈ ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ കാര്യങ്ങൾ നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിൽ നിന്ന് മറ്റൊരു ഭാഗം കൂടി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഇതിനെ കഷ്ടപ്പെടുത്താനായിട്ട് ഈ ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കാതിരിക്കാനായിട്ട് ലോകത്തിൽ നിന്ന് സകല തിന്മയുടെ ശക്തികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജീവൻ്റെ വൃക്ഷത്തെ പിടിക്കരുത്. അതിന് എതിരെ സാത്താൻ വലിയ തിന്മകൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പൗലോസ്ലീഹായ്ക്ക് ദൈവം അന്ന് വെളിപ്പെടുത്തി കൊടുത്തൊരു വലിയ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. അതിനാൽ വിശ്വാസമുള്ളവൻ അബ്രഹാത്തിൻ്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാത്തിൻ്റെ മക്കൾക്കാണ് ഈ വിശ്വാസം ദൈവം തരാൻ പോകുന്നത്. വിജാതിരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുണ്ട്. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രമിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവർ ശപിക്കപ്പെട്ടവനാണ്. ആരാണ് ശപിക്കപ്പെട്ടവനെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുകയാണ്. നിയമം അനുസരിക്കാത്തവർ. ഏത് നിയമമാണ്? മോശയുടെ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോശയ്ക്ക് അന്ന് ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്, കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ചെയ്ത കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ നിയമം യഹൂദന്മാർ പാലിക്കുന്നുണ്ട്. പക്ഷേ
പറയാം, നിയമം പാലിക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്ന കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം, ആ നിയമം, മോശയുടെ നിയമം പാലിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. അനുസരിക്കാത്തവന് അനുഗ്രഹം ലഭിക്കില്ല എന്ന് തന്നെയല്ല, മോശയുടെ നിയമങ്ങൾ തന്നെയാണ് ഇന്ന് പല സമൂഹങ്ങളും ആചരിക്കുന്നുണ്ട്. ഇസ്ലാം സമൂഹം ആ നിയമമാണ് പാലിക്കുന്നത്. പക്ഷേ ആ നിയമം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിയമമില്ല. വീണ്ടും എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ആകയാൽ വിശ്വാസമുള്ള വിശ്വാസിയായ അബ്രഹാത്തോടത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ശപിക്കപ്പെട്ടവനാണ്. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയിക്കുന്ന എല്ലാവരും ശപിക്കപ്പെട്ടവനാണെന്നാണ് ദൈവം പറയുക. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവൻ ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന്, ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. വീണ്ടും പറയാണ്, ഞാൻ പറയുന്നത് ഇതാണ്, 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം. 430 വർഷം ശേഷമാണ് നിയമം വന്നത്. പണ്ട് തന്നെ സ്വീകരിച്ച് അതിന് മുമ്പ് തന്നെ അബ്രഹാമിന്റെ ദൈവം ഒരു ഉടമ്പടിയും വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. വാഗ്ദാനത്തെ നീക്കിക്കളയത്ത വിധം അസാധുവാക്കിയില്ല. എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്ന് വരുന്നതാണ്. വാഗ്ദാനത്തിൽ നിന്ന് പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനം ലഭിക്കില്ല പാരമ്പര്യാവകാശം വിശ്വസിക്കുന്നതിന്. എന്നാൽ ദൈവം അബ്രഹാത്തിന് നൽകിയത് വാഗ്ദാനം വഴിയാണ്. അബ്രഹാത്തിനെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞത് വാഗ്ദാനം വഴിയാണ്. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നവരെ പാപങ്ങൾ നിമിത്തം യേശുക്രിസ്തു ജനിക്കുന്നവരെ സന്തതി